പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് മാസം 9-ാം തീയതി ശനിയാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 4-ാം അധ്യായം 32-ാമത്തെ വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. ആദിമസഭയുടെ ജീവിതം നോക്കുമ്പോൾ അവർ വെറും വിശ്വാസികൾ മാത്രമായിരുന്നില്ല, അവരൊരു കുടുംബമായിരുന്നു. ഇന്ന് വായിച്ചതായ വചനം നമ്മോട് പറയുന്നു, വിശ്വസിച്ചവരുടെ സമൂഹം ഒരു മനസ്സും ഒരു ആത്മാവുമായിരുന്നു. അവരുടെ സ്വത്തുക്കളിൽ ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, എല്ലാം അവർക്ക് പൊതു ആയിരുന്നു. ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ അപ്പോസ്തലന്മാർ വലിയ ധൈര്യത്തോടെ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നു. പുറത്തുനിന്ന് പീഡനങ്ങളും ഭീഷണികളും ഉണ്ടായിരുന്നുവെങ്കിലും അവരിലുള്ളതായ ഐക്യവും സ്നേഹവും അതിനേക്കാൾ ശക്തമായിരുന്നു. ഈ വചനത്തിന്റെ കേന്ദ്ര ചിന്ത എന്നത് യഥാർത്ഥ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഐക്യത്തിലും പങ്കുവെക്കലിലും പ്രകടമാകുന്ന ഒന്നാണ് എന്നതാണ്. ആദിമസഭയിലെ വിശ്വാസികൾ ഒരു മനസ്സും ഒരാത്മാവുമായിരുന്നു എന്നത് അവരുടെ ജീവിതത്തിൽ സ്വാർത്ഥതയ്ക്കും വിഭജനത്തിനും ഇടയില്ലായിരുന്നുവെന്ന് കാണിക്കുന്നു. അവർ സ്വന്തമായി കരുതിയതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി അതിനെ മറ്റുള്ളവരുമായി സന്തോഷത്തോടെ പങ്കുവെച്ചു. അവരുടെ വിശ്വാസം വെറുമൊരു സിദ്ധാന്തമല്ലായിരുന്നു, അത് ജീവിക്കുന്ന അനുഭവമായിരുന്നു. ഇത് നമ്മുടെ ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ വിശ്വാസം നമ്മെ മറ്റുള്ളവരോട് കൂടുതൽ അടുപ്പിക്കുന്നുണ്ടോ അതോ നമ്മെ വേർതിരിക്കുന്നുണ്ടോ എന്നതാണ്. നാം ക്രിസ്തുവിനെ പിന്തുടരുന്നുവെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം ഞാൻ എന്ന സ്വാർത്ഥതയിൽ നിന്ന് നാം എന്ന ചിന്തയിലേക്ക് മാറേണ്ടതുണ്ട്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഒരുമിച്ചുള്ള ജീവിതമാണല്ലോ. അത് സ്നേഹത്തിലും പങ്കുവെക്കലിലും നിറഞ്ഞതായ ഒരനുഭവവും ആണല്ലോ. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. നാം ഈ വചനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ തുറക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ആവശ്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും നാം തയ്യാറാകണം. പലപ്പോഴും ചെറിയ ഒരു സഹായം പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കും. അതുപോലെ തന്നെ സഭയിലും കുടുംബത്തിലും ഐക്യം സംരക്ഷിക്കുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ സ്നേഹത്തോടെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ ഐക്യം നിലനിൽക്കും. അതുപോലെ തന്നെ സ്വാർത്ഥതയെ നാം വിട്ടുകളയേണ്ടതുണ്ട്. എനിക്കെന്ത് കിട്ടും എന്ന ചിന്തയിൽ നിന്ന് എനിക്ക് എന്ത് നൽകാൻ സാധിക്കും എന്ന ചിന്തയിലേക്ക് നാം മാറേണ്ടതുണ്ട്. ഒരു മനസ്സുള്ളവർ ഒരുമിച്ചു വളരും, പങ്കുവെക്കുന്നവർ അനുഗ്രഹം അനുഭവിക്കും എന്നതായ വാക്യം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. കാരണം ഐക്യവും പങ്കുവെക്കലും ഉള്ളിടത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, അനുഗ്രഹം ശക്തമായി പ്രകടമാകുന്നത്. പ്രിയമുള്ളവരെ, ആദിമസഭയുടെ ഈ മാതൃക നാം ഇന്നും പിന്തുടരേണ്ട വലിയൊരു ആഹ്വാനമാണ്. നാം ഒരു മനസ്സും ഒരാത്മാവുമായാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകും. ദൈവത്തിൻ്റെ സ്നേഹം നാം വഴി ലോകത്തിലേക്ക് ഒഴുകും. അപ്പോൾ നാം പറയുന്ന വാക്കുകൾക്കപ്പുറം നമ്മുടെ ജീവിതം തന്നെയാകും ഏറ്റവും വലിയ സാക്ഷി. പ്രാർത്ഥിക്കാം. പരമപിതാവായ ദൈവമേ, ഞങ്ങളെ ഒരു മനസ്സും ഒരാത്മാവും ഉള്ളവരാക്കണമേ. സ്വാർത്ഥതയും അഹങ്കാരവും ഞങ്ങൾ നീക്കിക്കളഞ്ഞ് സ്നേഹത്തിലും ഐക്യത്തിലും നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഉള്ളതെല്ലാം നിന്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ മറ്റുള്ളവരുമായി അവ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ആദിമസഭയുടെ ഐക്യം പോലെ ഞങ്ങളുടെ ജീവിതവും സമൂഹവും നിന്റെ മഹത്വം പ്രകടമാകാൻ അനുവദിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.